നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഇറങ്ങുന്ന ടൂറിസ്റ്റ് ബസ് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലത്തുള്ള ഇൻഫന്റ് ജീസസ് ഗ്രൂപ്പിന്റെ പുത്തൻ പുതിയ AITP ടൂറിസ്റ്റ് ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വന്നത്. അശോക് ലെലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിൽ പ്രകാശിന്റെ സെഡസ്ത്ര ഫ്രണ്ട് ആൻഡ് ബാക്ക് ലുക്കിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ബസ്സുകളിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊരു ഗ്രാഫിക്സ് വർക്കോടുകൂടിയാണ് ഈ ബസ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഒരു റെഡ് ബ്ലാക്ക് കോംബോ ആണെങ്കിൽ ഇതൊരു ഓറഞ്ച് വൈറ്റ് ആഷ് ബ്ലാക്ക് കോംബോ ഇറങ്ങിക്കുന്ന മനോഹരമായ ഒരു ബസ്സാണ്. അപ്പോൾ ഈ ഒരു ബസ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രകാശിന്റെ സെഡസ്ത്ര കൗളിലാണ് ഈ ഒരു ബസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലുക്കിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പേര് ഇൻഫന്റ് ജീസസ് എന്നുള്ള പേര് മനോഹരമായ ഒരു ഫോണ്ടിൽ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എഡിഷൻ നെയിം വജ്ര ദ എപ്പിക് വൺ എന്നുള്ള എഡിഷൻ നെയിമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ കൊമ്പുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെഡോൺ ലുക്കിലുള്ള കൊമ്പുകളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സെഡസ്ത്രയ്ക്ക് 2 ടൈപ്പിൽ കൊമ്പുകൾ വെക്കാറുണ്ട്, എങ്കിലും ഈ ഒരു സെഡോണിന്റെ കൊമ്പാണ് ഈ ഒരു ബസ്സിന് ഭംഗി കൂട്ടുന്നത്. അതുപോലെ ഇതിന്റെ ഈ കൗൾ പോർഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രാഫിക്സിന്റെ കളർ കോമ്പിനേഷൻ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് ആഷ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഗ്രാഫിക്സ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ബസ്സുകൾക്കൊക്കെ റെഡ് ബ്ലാക്ക് ആഷ് കോമ്പിനേഷൻ ബസ് നമ്മൾ ഒരുപാടെണ്ണം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി ലുക്കിലുള്ള ഒരു ഗ്രാഫിക്സ് ചെയ്തിറങ്ങിയിരിക്കുന്ന ബസ്സാണ്. ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ H സീരീസ് 6 സിലിണ്ടർ എഞ്ചിനാണ് അശോക് ലെലാൻഡ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. 200 HP പവറും 700 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസോട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈൽ ലുക്ക് നോക്കാം. ഇവിടെ ആയിട്ട് ഇതിന്റെ പാസഞ്ചർ ഡോർ വരുന്നുണ്ട്. ഈ പാസഞ്ചർ ഡോറിലായിട്ട് സെഡസ്ത്ര ബസ്സുകൾക്ക് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് 2 ടൈപ്പിൽ വരാറുണ്ട്. ഒന്ന് നമ്മുടെ നോർമൽ മുമ്പുണ്ടായിരുന്ന ടൈപ്പ് ഗ്ലാസ് വെച്ച് വരാറുണ്ട്, അതിങ്ങനെ ഒരു റെക്ടാങ്കിൾ ടൈപ്പ് ലോങ് ഗ്ലാസ് വെച്ച് വരാറുണ്ട്. ഇവിടെ ആയിട്ട് ഇതിന്റെ AC കംപ്രസർ ഈ ഒരു പോർഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് BS6 ബസ്സുകൾക്കെല്ലാം ഒരു ക്വാർട്ടർ ഗ്ലാസ് വെച്ചിട്ട് ഇറങ്ങുന്നത്. ഈ പ്രത്യേകം വരുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് ടയേഴ്സ് 295/80R 22.5 സൈസിലുള്ള MRF ടയേഴ്സാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ക്രോമിന്റെ പ്രകാശിന്റെ നോർമലായിട്ട് ഇറങ്ങാറുള്ള ക്രോം പ്ലേറ്റ്സ് വെച്ചുള്ള വീൽ കപ്സ് കാണാം. അതുപോലെ ഞാൻ 12 മീറ്റർ ബസ്സുകളുടെ സ്പെക്കിൽ പറയാറുള്ള പോലെ തന്നെ ഇതിന് നോർമൽ ബസ്സുകാരുടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഡോറിന്റെ പോർഷന്റെ മുകളിലുള്ള ആ ഡിസൈനിന്റെ താഴെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈറ്റ് കുറച്ച് ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവും. അത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ബസ്സാണെന്ന്. ഇനി ഇതിന്റെ ഫസ്റ്റ് ഡിക്കി സ്പേസിലായിട്ട് ഇതിന്റെ ബാറ്ററിയാണ് വരുന്നത്. 12 വോൾട്ടിന്റെ 2 ബാറ്ററി വെച്ച് 24 വോൾട്ട് ബാറ്ററിയാണ് ഇത് വന്നിട്ടുള്ളത്. അതിൽ ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഇതിന്റെ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ടും ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇതിന്റെ ഡിക്കി സ്പേസിലെല്ലാം നോർമലി ഇപ്പോൾ വരുന്ന പോലെ തന്നെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഫുള്ളി ഇന്റർ കണക്റ്റഡ് ആണ്. അതിനുശേഷം ബാക്ക് വീല് നല്ല മനോഹരമായിട്ട് പ്രകാശിന്റെ നോർമൽ ആയിട്ടുള്ള വീൽ കപ്പ് കൊടുത്തിട്ട് ഒരു ബ്ലാക്ക് ഓറഞ്ച് കോമ്പിനേഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് 2 ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അത് ബാക്കിലെ വലിയ ഡിക്കി ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബസ്സിന്റെ ഹൈലൈറ്റ് ഐറ്റം ഗ്രാഫിക്സ് ഒന്ന് നോക്കിയാലോ. ഇത്ര മനോഹരമായിട്ടാണ് ഈ ഗ്രാഫിക്സ് ഈ ബസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. കർണാടകയിലുള്ള ഗുൽബർഗ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർ ആർട്സ് ആണ് ഈ ഒരു ഗ്രാഫിക്സ് ഈ ഒരു ബസ്സിലേക്ക് വരച്ചിട്ടുള്ളത്. ഒരു ഓറഞ്ച് ബ്ലാക്ക് ആഷ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിന്റെ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ചെയ്ത ബസ്സുകളൊക്കെ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു ഓറഞ്ച് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള ഒരു ബസ് നിങ്ങളെ കാണിക്കുന്നത്. ഇത്രയും പോർഷനിലൊരു ഓറഞ്ച് ബ്ലാക്ക് ആണെങ്കിൽ കോമ്പിനേഷൻ എങ്കിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് കുറച്ച് കയറി പോയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. ഇത്രയും പോർഷനിലാണ് വൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്ത സൈഡിലെ ലുക്ക് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡിലെ ക്വാർട്ടർ ഗ്ലാസിനെക്കാട്ടും കുറച്ചുകൂടെ ചെറിയ ക്വാർട്ടർ ഗ്ലാസ് ആണ് ഈ ഒരു ഡ്രൈവർ പോർഷനിൽ വരുന്നത്. ഇവിടെ ആയിട്ട് ഡ്രൈവർ ഡോർ വരുന്നുണ്ട്. ഇവിടെ എയർ ഫിൽറ്ററിന്റെയും എക്സ്ഹോസ്റ്റിന്റെ ഒക്കെ ഓപ്പണിംഗ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ഫസ്റ്റ് ഡിക്കി സ്പേസിൽ വരുന്നത് ഇതിന്റെ ആഡ് ബ്ലൂ ടാങ്ക് ആണ് വരുന്നത്. 24 ലിറ്ററാണ് ആഡ് ബ്ലൂ ടാങ്കിന്റെ കപ്പാസിറ്റി. അതിനുശേഷം ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഈ 2 ഡിക്കി സ്പേസിൽ കൂടെ ആയിട്ടാണ് ഇതിന്റെ ഡീസൽ ടാങ്ക് വരുന്നത്. 350 ലിറ്ററാണ് ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ശേഷം ഇവിടെ ഒരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഈ ഡിക്കി സ്പേസ് ബാക്കിലെ ഡിക്കിയുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഡിക്കി സ്പേസ് ആണ്. ഈ ഒരു വലിയ ഡിക്കി സ്പേസിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഡിക്കി സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മുകളിലായിട്ട് എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബസ്സിന്റെ ഈ ഒരു സൈഡിലെ ലുക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ വീൽ ബേസ് വരുന്നത് 6000 mm ആണ്. ഈ ഒരു ബാക്ക് വീലിന്റെ സെന്റർ തൊട്ട് ഫ്രണ്ട് വീലിന്റെ സെന്റർ വരെയുള്ള ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6000 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. അതുപോലെ ഇതിന്റെ ടോട്ടൽ ലെങ്ത് 12 മീറ്ററിന്റെ 12000 mm ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത്തും വരുന്നത്. ഇനി നമുക്ക് ബാക്ക് ലുക്ക് നോക്കാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സെഡസ്ത്ര ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ ലുക്ക് പലരും എന്നോട് കമന്റിലൊക്കെ അറിയിച്ചിരുന്നു ഇത് സെഡസ്ത്ര ലുക്ക് അല്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. വേഗയ്ക്ക് മുമ്പ് ഈ ഒരു ലുക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ലുക്ക് തന്നെയാണ് സെഡസ്ത്രയുടെ ഒരു കവളായിട്ടും ഇവർ പ്രകാശ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ഗ്ലാസ്സിലായിട്ട് ഇൻഫന്റ് ജീസസ് അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്.
ഏറ്റവും ടോപ്പിലായിട്ട് അവിടെ ഒരു റിവേഴ്സ് ക്യാമറ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രകാശിൻ്റെ ബാഡ്ജിങ് കൂടെ കാണാം. അതുപോലെ സ്ക്വയറിലുള്ള റിയർ ലൈറ്റ്സ് ആണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. താഴെയായിട്ട് സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഡിക്കി സ്പേസിൻ്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഡിക്കികളും ബാക്ക് ഡിക്കി എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഒരു വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഇതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ടും ആ ഒരു ഗ്രാഫിക്സിൻ്റെ മനോഹരമായ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓറഞ്ച്, വൈറ്റ്, ആഷ്, ബ്ലാക്ക് കോമ്പിനേഷനിൽ സൈഡിൻ്റെ ആ ഒരു ചെറിയൊരു രൂപം ആണ് ഇവിടെ ബാക്കിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബസ്സിൻ്റെ ഒരു ഔട്ടർ ലുക്ക് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് പോകാം. ഇനി നമുക്ക് ഇൻഫന്റ് ജീസസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഡ്രൈവർ ക്യാബിൻ. ലൈലൻഡിൻ്റെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. അതുപോലെ ഇവിടെയായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇവിടെയായിട്ട് ഇതിൻ്റെ പവർ സ്വിച്ച് കാര്യങ്ങൾ, അതുപോലെ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഇന്റീരിയർ ലൈറ്റുകൾ, CCTVയുടെ ഔട്ട്പുട്ട്, ബാക്കിയുള്ള ലൈറ്റുകൾ കാര്യമൊക്കെ സ്വിച്ച് വരുന്നുണ്ട്. ഒരു മാറ്റ് ബ്ലാക്കിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്, മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈലൻഡിൻ്റെ നല്ല മനോഹരമായ ഡ്രൈവർ സീറ്റ് കാണാം. നല്ല ഹെഡ് സപ്പോർട്ടൊക്കെ ഉള്ള മനോഹരമായ സീറ്റാണ്. ഇതിനാണ് നോർമൽ എല്ലാ ബസ്സുകളും തന്നെയാണ് വെക്കാറ്. ഒരു ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറാണ് വരുന്നത്. 350 mm ആണ് ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഡയമീറ്റർ വരുന്നത്. അതുപോലെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാബിൻ സെപ്പറേഷനിലൊന്നും ചെയ്തിട്ടില്ല. അത് നമ്മൾ അപ്ഡേഷൻ കഴിഞ്ഞ് വരുമ്പോൾ നല്ല മനോഹരമാക്കിയിട്ട് ചെയ്തു വരുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ലൂബസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ വരുന്നില്ല. ഇപ്പോൾ കേട്ട ഒരു അറിവ് പ്രകാരം സെപ്റ്റംബർ മുതൽ ചിലപ്പോൾ ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ ഇല്ലാതെ ആയിരിക്കും പുതിയ BS6 ടൂറിസ്റ്റ് ബസ്സുകൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ എന്നുള്ളൊരു ലുക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഫന്റ് ജീസസിൻ്റെ ഇൻറ്റീരിയർ ലുക്കാണ്. 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് 2x2 ലേഔട്ടിൽ. ഞാൻ മുന്നേ പറഞ്ഞുള്ള പോലെ തന്നെ ATP ബസ്സുകൾക്കെല്ലാം 2x2 ലേഔട്ടിലാണ് സീറ്റുകൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള റൂൾ ഉള്ളതുകൊണ്ട് തന്നെ 45 പുഷ് ബാക്ക് കംഫർട്ടുള്ള സീറ്റുകളാണ് ഈ ഒരു 12 മീറ്ററിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. നമ്മളിത് ചെയ്തിരിക്കുന്ന സീറ്റുകളൊന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുഷനിൽ ചെയ്തിട്ടുള്ള മനോഹരമായ സീറ്റുകളാണ്. സ്റ്റെല്ലാർ SP എന്നുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു സീറ്റ് ഇൻഫന്റ് ജീസസിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. വന്നിരിക്കുന്ന ഫ്രഷ് ലുക്കിലാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു കളറിൽ തന്നെ റെഡിലായിട്ട് ഇതിൻ്റെ സീലിംഗ് വർക്കുകൾ, ഒരു കുഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബർത്തിലൂടെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട്. ബർത്തിന് താഴെയായിട്ട് റീഡിംഗ് ലാംപ്സ് ഇങ്ങനെ ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഗാങ് വേലൂടെയും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ട് ഇങ്ങനെ നമുക്ക് നോക്കാം. സീറ്റിൻ്റെ കംഫർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെല്ലാർ SPൻ്റെ മനോഹരമായ കുഷനിൽ ചെയ്തുള്ള സീറ്റുകളാണ് ഇത് വെച്ചിട്ടുള്ളത്. 2 സൈഡിലായിട്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ റിക്ലൈനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയധികം റിക്ലൈനിങ് ഈ ഒരു സീറ്റിന് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് ഒരു സെമി സ്ലീപ്പർ കംഫർട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോകത്തക്ക രീതിയിലാണ് ഇതിൻ്റെ റിക്ലൈനിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് സീറ്റിലായിട്ട് ബോട്ടിൽ ഹോൾഡർ, ഫയർ ഹോൾഡർ, ലെഗ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സീറ്റിൽ വരുന്നുണ്ട്. റൂഫിലായിട്ട് AC വെന്റ്, റീഡിംഗ് ലാംപ്സ്, അതുപോലെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ കളറിനോട് ചേർന്ന ഓറഞ്ച് കളറിലുള്ള മനോഹരമായ കർട്ടൻസ് ഈ ബസ്സിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ കംഫർട്ട് വരുന്നത്. ഇനിതാ 50 ഇഞ്ചിൻ്റെ ഒരു TV സ്ക്രീന് ഇവിടെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ TV ആണ്. അതുപോലെ ഈ സൈഡിലായിട്ട് ഇതിൻ്റെ വാട്ടർ ഡിസ്പെൻസർ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത നോർമൽ ടൈപ്പ് വാട്ടർ ഡിസ്പെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന ATP ബസ്സുകൾക്ക് ഫ്രണ്ട് ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് കംഫർട്ടിന് വേണ്ടിയിട്ടായിട്ട് ഇവിടെ ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറുന്ന വഴിയിലാണ് ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇരിക്കുന്നവർക്ക് കാല് താഴെ ആയിരിക്കും ഇരിക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോം വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ സീറ്റ് ഇരിക്കുന്ന ഒരു ഫീലിനാണ് ഇത് കിട്ടുക. അത് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം. അതുപോലെ ഈ സീറ്റ് ഇരിക്കുന്നവർക്ക് കാല് നീട്ടി വെക്കാനായിട്ട് ഇതിന് താഴെ ഫ്രിഡ്ജ് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇരിക്കുന്നവർക്ക് കംഫർട്ടായിട്ട് സുഖമായിട്ട് ഇരിക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഫെസിലിറ്റി ഇരിക്കുകയാണെങ്കിൽ കാല് നീട്ടാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം യാത്രക്കാർക്ക് കംഫർട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഇൻഫന്റ് ജീസസ് അത് പ്രത്യേകം പരിഗണന കൊടുത്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും നമ്മുടെ വീഡിയോസിൽ കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട്, ഈ പറയുന്ന ATP ബസ്സുകൾക്ക് എന്താ മുകളിലെ കാരിയറും ലാഡറൊന്നും വെക്കാറില്ലെന്ന്. എന്താ ഈ ഒരു സംഭവം പ്രകാശിന്ന് കൊണ്ടുവരുന്ന ഒരു സംഭവം എന്താ ബസ്സിൽ വെച്ചിട്ടുണ്ട്. ഇതുവരെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ബസ്സിലേക്ക് മുകളിലേക്ക് വെക്കുന്നതാണ്. അത് വരാത്ത, അത് അവിടുന്ന് വെച്ച് വരാത്താണ് സംഭവം. ഓൾറെഡി അവിടുന്ന് പ്രകാശിന്ന് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ATP ബസ്സിന്റെ സാരഥികളൊന്ന് പരിചയപ്പെടാം. ബ്രോ പേര്? വിശാഖ്. വീടെവിടെ? പാങ്ങാട്ട്. ഇൻഫന്റ് ജീസസിൽ എത്ര വർഷമായി? 1 വർഷമല്ലായില്ലേ? പേര്? റെഡ്ഡി. ആറമ്പള്ളി. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ATP ബസ്? എങ്ങനെയുണ്ട്? അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? എല്ലാ അഭിപ്രായം നല്ലതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാ ആശംസകളും. നമ്മളിവിടെ ഉള്ളത് ഇൻഫന്റ് ജീസസിന്റെ ഓണർ ആയിരിക്കുന്ന ആൻഡോ ചേട്ടനാണ്. അപ്പോൾ ചേട്ടനെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കണം. ചേട്ടാ നമസ്കാരം. നമ്മൾ ഈ പെരമംഗത്താണ് നമ്മുടെ. നമുക്ക് ടോട്ടൽ എത്ര ബസ്സുകളുണ്ട്? നമുക്ക് 49 സീറ്റ് വന്നിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ 3 ഉണ്ട്. ഇപ്പൊ അത് കൂടാതെ
എന്തുകൊണ്ടാണ് ഒരു ATP യിലേക്ക് വരാൻ കാരണം? അല്ല, ഓൾറെഡി ഇപ്പൊ കേരളത്തിലെ വൈറ്റ് വണ്ടിയിൽ ഒരു ഇത്തരം കേട്ടാണല്ലോ നിൽക്കുന്നത്. അത് എന്തൊരു ചേഞ്ച്, പഴയ ഒരു നമ്മുടെ പഴയ കാലത്ത് ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പൊ അത് വെച്ചപ്പോ ഈ ഒരു ചാൻസിലൂടെയാണ് നമുക്ക് വരാൻ പറ്റുന്നത്. പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു സൗകര്യം ഉണ്ടായിരിക്കും. അപ്പൊ അത് വെച്ച് പിന്നെ ഒരു 2+2 ലെവലിലേക്കുള്ള ഒരു റേഞ്ചിലേക്കാണല്ലോ മാറുന്നത്. നമ്മുടെ ആൾക്കാരും ഇപ്പൊ ഈ പ്രീമിയം ക്ലാസ്സിലേക്ക് ഏകദേശം മാറി വന്നു തുടങ്ങി. 3.2 ആ ഒരു കാലഘട്ടം പോയി എന്ന് തന്നെ പറയാം. എന്നാലും ഓടുന്നില്ല എന്ന് പറയുന്നില്ല. എന്നാലും കുറെ പേർക്ക് ഇതിനോട് കുറച്ച് കൂടുതൽ താല്പര്യം, യാത്ര ഒരു പ്രാവശ്യം ചെയ്ത രണ്ടാമത് ഇതിൽ തന്നെ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ ഒരു പിന്നാലെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാം. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ കുറച്ച് ബസ്സുകൾ 10-15 ATP ഉണ്ട്. ഈ പ്രാവശ്യം നമ്മൾ തന്നെ ഒരു 10 പേരായിട്ട് ഒരുമിച്ച് എടുത്തതാണ്. ഞാൻ മുന്നേ കേട്ടിരുന്നു കുറച്ച് പേര് ചേർന്നിട്ടാണ് കുറച്ച് വണ്ടികൾ ഇറക്കുന്നത്. 10 ഓൾറെഡി ഇനി 2-3 മണി വരാനുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഡെലിവറി ആയി. പിന്നെ ഓൾറെഡി അതിനേക്കാളും മുന്നേ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പൊ അതും ഇതുപോലെ തൃശ്ശൂർക്കാർക്ക് അപ്പൊ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർക്കാരുടെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കുറെ പേര് ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ നമ്മൾ ചേട്ടനോട് ചോദിക്കാനുണ്ടോ? അപ്പൊ ചേട്ടാ, നമ്മള് ഒരു ATPക്ക് എത്ര ടാക്സ് വരുന്നുണ്ട് ഏകദേശം? വന്നിട്ട് 3 മാസത്തേക്ക് നമുക്ക് 1,50,000 രൂപ വരും. ഒരു വർഷത്തേക്കല്ല, 3 മാസത്തേക്ക് വരും. അത് ഇന്ത്യ 4 ക്വാർട്ടർ. നമുക്ക് എത്ര സ്റ്റേറ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇന്ത്യയിലത്തെ എല്ലാ സ്റ്റേറ്റുകളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ബസ്സിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലൈലാൻഡ് 12 മീറ്റർ ചേസാണ് ഇപ്പൊ കൂടുതൽ ഇറക്കുന്നത് ATPയിൽ. അപ്പൊ ഇതിന് എത്ര ഏകദേശം ചേസിന് റേറ്റ് വരുന്നത്? ചേസിന് 35 ലക്ഷം രൂപയാണ് വരുന്നത്. 35 ലക്ഷം വരും. പിന്നെ ബോഡിക്ക് ആണെങ്കിൽ വിത്തൗട്ട് സീറ്റിൽ 20 ലക്ഷം രൂപ. 3.5 ലക്ഷം രൂപ സീറ്റിന് വരും. സീറ്റിന് 2 സീറ്റ് ബക്കറ്റ് ടൈപ്പ് സീറ്റാണ് അത് വരുന്നത്. അപ്പൊ ATPയിൽ നമ്മൾ പഴയ ഒരു കളർഫുൾ കാലം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് നല്ല മനോഹരമായ അടിപൊളി ഗ്രാഫിക്സ് ആണ്. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം എത്ര റേറ്റ് വന്നിട്ടുണ്ട്? അതായത് ഓരോ ആർട്ടിസ്റ്റിന്റെ ആ ഒരു ഡിമാൻഡിനനുസരിച്ചിരിക്കും. ബ്രാൻഡ് നെയിം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് വരുന്നത്. അത് സ്റ്റാർട്ടിങ് ഏകദേശം കർണാടക ടീം ചെയ്താണല്ലോ. അതെ അതെ, നമ്മളൊരു കർണാടക ആർട്ടിസ്റ്റിനെ കൊണ്ട് അതിപ്പോ നമ്മള് ഇതിന് മുന്നേ നമ്മളെ കളർ ഔട്ട് ആവണേക്കാളും മുന്നേ നമ്മൾ ഓൾറെഡി അവൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. നമ്മള് ചെറിയൊരു രീതിയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ബോഡി കെട്ടി കൊടുക്കുന്ന ഒരു പരിപാടി കൂടി നമ്മൾ സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം നമ്മൾ ആ സമയങ്ങളിൽ ഇയാളെ കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വർപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ആളായിട്ട് ഒരു കൊണ്ട് ഇപ്പൊ നമ്മൾ രണ്ടാമത് തിരിച്ചു വന്നപ്പോ മൂപ്പര് എന്നെ വിളിച്ചിരുന്നു. പിന്നെ മറ്റുള്ളവരെക്കാളും റേറ്റ് ഒരു റീസണബിൾ ആയിട്ട് തരും. അതിനേക്കാൾ ഉപരി വർക്കിന്റെ കാഠിന്യത്തിനനുസരിച്ചിട്ടാണ് റേറ്റ് മാറി പോകുന്നത്. ഇപ്പൊ ഞാൻ വണ്ടി വരുന്ന സമയത്ത് അവിടെ 3 ലക്ഷം രൂപയ്ക്ക് 3.5 ലക്ഷം രൂപയ്ക്ക് ആർട്ടിസ്റ്റ് മാത്രം മേടിക്കുന്നുണ്ട്. കൂടാതെ എക്സ്ട്രാ വരുന്ന പെയിന്റിന് അതിന് അഡീഷണൽ പൈസ കണ്ണപ്പിൽ അടയ്ക്കണം. നമ്മുടെ ഇപ്പൊ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മൾ ചെയ്തതാണ്. അതിന് അഡീഷണൽ വരുന്ന പൈസ നമ്മൾ കൊടുക്കണം. അത്രയും നമ്മൾ ഉദ്ദേശിക്കണം. ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ചെയ്ത് വരുമ്പോൾ ദിവസങ്ങൾ കൂടുതൽ എടുക്കും. നമുക്ക് 12 ദിവസം വരയ്ക്കാനായിട്ട് എടുത്തു. കണ്ണപ്പലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വണ്ടി ഡെലിവറി ആയി പോകണമെന്നുള്ള അവസ്ഥയിലാണ് തിരക്കുമ്പോഴുള്ള ആളൊരു അവസ്ഥയിൽ. അപ്പൊ നമ്മൾ കൂടുതൽ ദിവസം എടുക്കുമ്പോൾ അവർ കിടികിടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവരിപ്പോ ചില വർക്കൊക്കെ 28 ദിവസം 25 ദിവസം എടുത്തിട്ട് വരച്ച് തീർക്കുന്ന വർക്കുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വർക്ക് വണ്ടിമേ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും കൂടും. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് ഇതിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇനിയും കൂടുതൽ ആൾക്കാർ ATPയിലേക്ക് വരട്ടെ. ഇത് അതിന്റെ ഇതൊരു തുടക്കമാകട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗത്തുള്ള സെന്റ് മേരീസ് ചർച്ചിന്റെ മുമ്പിൽ നിന്നാണ് ഇൻഫന്റ് ജീസസിന്റെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇൻഫന്റ് ജീസസിന്റെ പുത്തൻ പുതിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഇറങ്ങിയിരിക്കുന്ന ബസ് എങ്ങനെയുണ്ട്? മനോഹരമായ ഗ്രാഫിക്സോടാണ് ഈ ബസ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുറേയധികം സംശയങ്ങൾക്കും ഈ വീഡിയോയുടെ ഉത്തരം കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് ഇനിയും ഒരുപാട് ATP ബസ്സുകൾ വരാണ്ട്. അതുപോലെ കേരളത്തിൽ ഉടനീളം ഒരുപാട് ATP ബസ്സുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുത്തൻ പുതിയ ബസ്സുകൾ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.